വിഖ്യാത ഗായിക എസ് ജാനകി വിടവാങ്ങി. വിഖ്യാത പിന്നണി ഗായിക എസ് ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ കൊച്ചുമകൾ അപ്സര ബിദ്ദുലയാണ് മരണവിവരം പങ്കുവച്ചത്. കുടുംബം കടുത്ത ദുഃഖത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും പ്രയാസകരമായ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്വകാര്യതയെ മാനിക്കണമെന്നും അവർ അഭ്യർത്ഥിക്കുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 40,000-ലേറെ പാട്ടുപാടിയ അപൂർവ ഗായികയാണ് ജാനകി. 1.5 വയസ്സുകാരൻ മരിച്ച സംഭവം കൂടുതൽ ഡോക്ടർമാരെ കൂടി പ്രതി ചേർക്കും. അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ കൂടുതൽ ഡോക്ടർമാരെ കൂടി പ്രതി ചേർക്കും. കുട്ടിയെ ചികിത്സിച്ച ശിശുരോഗ വിദഗ്ധ, പ്ലാസ്റ്റിക് സർജൻ എന്നിവരെയാകും പ്രതി ചേർക്കുക. ഡോക്ടർമാരെ സംരക്ഷിക്കില്ലെന്ന മാനേജ്മെന്റിന്റെ ഉറപ്പിൽ ആശുപത്രിക്ക് മുന്നിൽ മൃതദേഹവുമായി നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ മൃതദേഹവുമായി പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചത്. അനസ്തേഷ്യ ഡോക്ടർ അഞ്ജലി പൊതുവാളിനൊപ്പം ശിശുരോഗ വിഭാഗം ഡോക്ടർ ആശാ നിർമ്മൽ, പ്ലാസ്റ്റിക് സർജൻ ആരതി അന്തർജനം എന്നിവരെ കൂടി പ്രതി ചേർക്കണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. പിന്നാലെ കുടുംബാംഗങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ആശുപത്രി മാനേജ്മെന്റുമായി പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി. ഡോക്ടർമാരെ കൂടി പ്രതി ചേർക്കാമെന്ന പോലീസിന്റെയും അന്വേഷണവുമായി സഹകരിക്കുമെന്ന മാനേജ്മെന്റിന്റെയും ഉറപ്പ് ലഭിച്ചതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. വിയറ്റ്നാം ബോട്ടപകടം, മരിച്ചവരിൽ മലയാളി ദമ്പതികളും. വിയറ്റ്നാമിലെ ബോട്ടപകടത്തിൽ മരിച്ചവരിൽ 2 മലയാളികളും. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരാണ് മരിച്ചത്. 15 ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് അപകടത്തിലാകെ മരിച്ചത്. 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഇതിൽ 21 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗവും ദക്ഷിണേന്ത്യക്കാരാണ്. സ്വകാര്യ മെഡിക്കൽ കമ്പനിയുടെ നേതൃത്വത്തിൽ കോംപ്ലിമെന്ററി ട്രിപ്പാണ് ഇതെന്ന വിവരമുണ്ട്. മരിച്ച മലയാളി ദമ്പതികളുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്ത്യൻ എംബസിയോട് ആവശ്യപ്പെട്ടതായി കൊടിക്കുന്നിൽ സുരേഷ് MP അറിയിച്ചു. കൊല്ലത്ത് KSEB ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു. ചവറ സ്വദേശി അൽത്താഫാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 4 മണി കഴിഞ്ഞായിരുന്നു സംഭവം. ആറ്റുവാശ്ശേരിയിലെ വീട്ടിൽ വൈദ്യുതി നഷ്ടപ്പെട്ടെന്ന വിവരത്തെ തുടർന്ന് പരിശോധിക്കാനെത്തിയതാണ് ജീവനക്കാരൻ. വൈദ്യുതി പോസ്റ്റിൽ നിന്ന് വീട്ടിലേക്കുള്ള ലൈൻ പൊട്ടിക്കിടക്കുകയായിരുന്നു. ഇത് ശരിയാക്കുന്നതിനിടെയാണ് അപകടം. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി ജീവനക്കാരനെ താഴെയിറക്കി CPR നൽകിയിരുന്നു. പിന്നാലെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കൊച്ചിയിൽ വീണ്ടും കൂട്ടപ്പിരിച്ചുവിടൽ. ടാൾ റോപ്പ് കമ്പനിയിൽ 300ഓളം ജീവനക്കാർ വഴിയാധാരമായി. കോറോ ഹെൽത്തിന് പിന്നാലെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയായ ടാൾ റോപ്പിലും കൂട്ടപ്പിരിച്ചുവിടൽ നടന്നിരിക്കുന്നു. ശമ്പളവും ജോലിയും ഇല്ലാതെ കമ്പനിയുടെ വിവിധ ശാഖകളിലായി ജോലി ചെയ്തിരുന്ന 300ഓളം ജീവനക്കാരാണ് നിലവിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെ വളർച്ച മൂലം കമ്പനി പൂട്ടുകയാണെന്നാണ് പിരിച്ചുവിടലിന് മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം. നിയമപരമായ പഴുതുകൾ ഉപയോഗിച്ച് ഘട്ടം ഘട്ടമായാണ് 19 അനുബന്ധ കമ്പനികളിലായി ജോലി ചെയ്തിരുന്ന ഈ ജീവനക്കാരെ ഒഴിവാക്കിയത്. തങ്ങളുടെ പരാതികളിൽ അധികൃതരിൽ നിന്നും നടപടിയുണ്ടാകാത്തതിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട ജീവനക്കാർ പരസ്യ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. സാവരിയുടെ മരണം തലക്കടിയേറ്റത് മൂലം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കേസ് ക്രൈംബ്രാഞ്ചിന്. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഹരിപ്പാട് സ്വദേശിനിയും മെഡിക്കൽ വിദ്യാർത്ഥിനിയുമായ സാവരിയുടെ മരണം തലക്കേറ്റ ഗുരുതര പരിക്ക് മൂലമാണെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. സഹപാഠിയായ പെരിന്തൽമണ്ണ സ്വദേശി സരുദുൽ അനം ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നുവെന്ന ബന്ധുക്കളുടെ ആരോപണം ശരിവെക്കുന്നതാണ് പുതിയ നിഗമനങ്ങൾ. വ്യാഴാഴ്ച നാട്ടിലെത്തിച്ച മൃതദേഹം വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം വിശദമായി പരിശോധിച്ച് പൂർണ്ണമായും വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്ത് എംബാം ചെയ്തതിനാൽ മരണവിവരം കൃത്യമായി തേടുന്നത് സങ്കീർണമായിരുന്നുവെങ്കിലും ശരീരത്തിലെ മറ്റ് നിരവധി മുറിവുകൾ ക്രൂരമർദ്ദനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് EP ജയരാജൻ. ഡൽഹിയിൽ ഇന്ന് ആരംഭിച്ച CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതെ EP ജയരാജൻ. ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാതെ കണ്ണൂരിൽ തന്നെ തുടരുകയാണ് EP. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പങ്കെടുക്കാൻ സാധിക്കില്ല എന്നാണ് EP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത്. ആയുർവേദ ചികിത്സ ചൂണ്ടിക്കാട്ടി അവധിക്ക് അപേക്ഷിച്ചതായും സൂചനയുണ്ട്. നിലവിൽ കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട CPMലെ അഭിപ്രായ ഭിന്നത മൂലമാണ് EP ജയരാജൻ യോഗത്തിൽ പങ്കെടുക്കാത്തതെന്ന അഭ്യൂഹം ശക്തമാണ്. ദിവ്യ S. അയ്യരെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അദാനിക്ക് വേണ്ടിയെന്ന AK ബാലൻ. ദിവ്യ S. അയ്യരെ വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ദുരൂഹതയുണ്ടെന്ന മുതിർന്ന CPM നേതാവ് AK ബാലൻ. ദിവ്യയെ മാറ്റിയത് അദാനിക്ക് വേണ്ടിയാണ്. VD സതീശന്റെ ബംഗളൂരു യാത്ര ഇതുമായി കൂട്ടിവായിക്കണമെന്നും AK ബാലൻ പറഞ്ഞു. അതേസമയം വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ CPMൽ രണ്ടഭിപ്രായമില്ലെന്നും വിഴിഞ്ഞം വിഷയത്തിൽ EP ജയരാജൻ പറഞ്ഞതെന്തെന്ന് അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KK ശൈലജയും PK ശ്രീമതിയും പാർട്ടി വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തും.
പിണറായിക്കെതിരെ ഒരു പടയൊഴുക്കവും പാർട്ടിയിലില്ലെന്നും അഥവാ ഉണ്ടെങ്കിൽ അത് നടക്കില്ലെന്നും എ കെ ബാലൻ വ്യക്തമാക്കി. വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ലേക്ക് ഷോർ ആശുപത്രിയിലെ ഡോക്ടർമാരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് ഇഡി. അന്വേഷണത്തിന്റെ ഭാഗമായി സീനിയർ കൺസൾട്ടന്റ് മുഹമ്മദ് ഇക്ബാലിനെ ചോദ്യം ചെയ്തു. നിയമവിരുദ്ധ ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർമാർക്ക് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധന. ഡോക്ടർമാരുടെ ബാങ്ക് അക്കൗണ്ടുകളും സ്വത്തുക്കളും കേന്ദ്രീകരിച്ചാണ് ഇഡി അന്വേഷണം നടത്തുന്നത്. ആശുപത്രിയുടെ MD SK അബ്ദുള്ളയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. കേസിൽ കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രികളിലടക്കം വിവിധയിടങ്ങളിൽ ഇഡി പരിശോധന നടത്തിയിരുന്നു. കേരളത്തിലെ 6 പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത വ്യാജരേഖ ഉപയോഗിച്ചുള്ള അവയവ കച്ചവടത്തിലെ കള്ളപ്പണ ഇടപാടിലാണ് ഇഡി കേസെടുത്ത് പരിശോധന നടത്തിയത്. RSS പ്രവർത്തകന് സർക്കാർ അഭിഭാഷകനായി നിയമനം. തൃശൂർ ലോ കോളേജിൽ ABVP നേതാവായിരുന്ന CDS ശരത്തിനാണ് നിയമനം. സീനിയർ പ്ലീഡറായാണ് നിയമവകുപ്പ് നിയമനം നൽകിയത്. 2004-2009 കാലയളവിൽ തൃശൂർ ലോ കോളേജിൽ ABVP നേതാവായിരുന്നു ശരത്ത്. RSSകാർ പ്രതികളായ കൊലക്കേസിൽ സ്ഥിരമായി പ്രതികൾക്ക് വേണ്ടി ശരത്ത് ഹാജരാവാറുണ്ട്. നിയമന ഉത്തരവ് വന്നതിന് പിന്നാലെ ശരത്തിന്റെ ഫേസ്ബുക്ക് പേജ് അപ്രത്യക്ഷമായി. സീനിയർ പ്ലീഡറായാണ് നിയമവകുപ്പ് നിയമനം നൽകിയത്.